കണ്ണൂർ ആറളത്തെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധം ഇരമ്പുന്നതിനിടെ വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആറളം ഫാം സന്ദർശിക്കും. തുടർന്ന് സർവകക്ഷി യോഗം ചേരും. രാവിലെ ജില്ലാ കലക്ടർ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ച 20 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിൽ 10 ലക്ഷം ഇന്ന് നൽകും. ആറളം പഞ്ചായത്തിൽ ഇന്ന് BJP UDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. ഇന്നലെ വൈകുന്നേരം കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ആന ദമ്പതികളെ ആക്രമിച്ചത്. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ദാരുണമായ സംഭവം കണ്ണൂർ ആറളത്ത് നടന്നത്. 13-ാം ബ്ലോക്കിലാണ് കശുവണ്ടി ശേഖരിക്കാൻ പോയ വെള്ളി എന്ന വനവാസിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലീലയെയും കാട്ടാന ചവിട്ടിക്കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നാട്ടുകാർ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. 12 മണിയോടുകൂടിയാണ് ഈ 6 മണിക്ക് കൊല്ലപ്പെട്ടതിന് ശേഷം, അതായത് 12 മണി, രാത്രി 12 മണിയോടുകൂടിയാണ് ആ മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചത്. കാരണം തങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷയും ഇല്ലാത്തൊരു സാഹചര്യം അത് ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നാട്ടുകാർ ഒന്നടങ്കം സംഘടിക്കുകയും ഈ മൃതദേഹങ്ങൾ കയറ്റിയ ആംബുലൻസ് തടഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ അടക്കം സ്ഥലത്ത് വന്ന് ചർച്ച നടത്തുകയും MLA അടക്കം ഇവിടെ വന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നാട്ടുകാർ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. MLA-യുടെയും സബ് കളക്ടറുടെയും വാക്കുകൾക്ക് അവർ വില കൊടുത്തില്ല. അവർ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു. തൊട്ടു പിന്നാലെ ഏതാണ്ട് 12 മണിയോട് അടുപ്പിച്ചാണ് ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ തയ്യാറായത്. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ കളക്ടറുടെ നേതൃത്വത്തിൽ ആറളത്ത് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം, അതായത് 3 മണിയോടുകൂടി വനംവകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രനും ആറളത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ വനംവകുപ്പ് അധികൃതരെയും വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് യോഗം നടക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം ഈ കുടുംബത്തിന് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഗഡുവായ 10 ലക്ഷം ഇന്ന് ഈ കുടുംബത്തിന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകുമെന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേസമയം ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇരുവരുടെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുക. ദൃശ്യ. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ആറളത്തെ കാട്ടാന ആക്രമണത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പ്രതിഷേധം ഇരമ്പുന്നതിനിടെ വനം മന്ത്രി A.K. ശശീന്ദ്രൻ ഇന്ന് ആറളം ഫാം സന്ദർശിക്കും.